കണ്ണുകൾ ചുണ്ടുകൾ. ഹലോ ഗൈസ്, അപ്പോൾ കുറച്ചായിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. പിന്നെ അതുമല്ല ഇങ്ങനത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് അധികമായിട്ടുണ്ട്. ഞാനും ഷാനിയും കൂടെ വെറുതെ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ടൗണിൽ പോവാണ്. അപ്പോൾ രണ്ടാളും കൂടെ കുറച്ച് കണ്ടിട്ട് കൂട്ടാം. ഒരു മാസമാവാനൊക്കെ ആയിട്ടുണ്ടാവും രണ്ടാളും കണ്ടിട്ട്. അപ്പോൾ അവളെ കാണും ചെയ്യാൻ കുറച്ച് നേരം നമുക്ക് അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ പോണ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഷാനയുടെ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് പറഞ്ഞ് സ്റ്റാൻഡിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ബായ്. അങ്ങനെ ഗൈസ് ഞാനിതാ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഷാന അവിടെ എത്താനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് കുറച്ചുള്ളൂ. പിന്നെ ഈ ചെരുപ്പിടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏതാ നമ്മളിവിടുന്ന് അരഞ്ചം പറഞ്ചം ഇറങ്ങുകയാണ് ഗൈസ്. ഞാൻ ബസ്സിലെത്തി വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ. ബസ്സിലെത്തിയിട്ട് കൂടുതൽ തിരക്കാനുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇനി ഷാനിനെ എടുത്തുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഷാനിനെ കൈയോടെ പൊക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒക്കാശിയിലോട്ട് പോവുകയാണ് ഗൈസ്. പാർക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് ഷാന അങ്ങോട്ടാക്കിയതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വെയിലും ഒക്കെ താണ്ടിയിട്ട് അങ്ങനെ ഒക്കാശിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കാശി കേക്ക് കഫേ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയല്ലോ. ഇവിടെ വയലത്തൂരും ഉണ്ട് ബ്രാഞ്ച് വരുന്നത് തിരുവനന്തപുരം കേട്ടോ. നമ്മൾ തിരൂർ ഔട്ട്ലെറ്റിലാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ പോകാറുണ്ട്. നമ്മൾ വെറൈറ്റി നമ്മൾ ടേസ്റ്റ് ചെയ്യാത്ത ഫുഡൊക്കെ ഐറ്റംസ് അങ്ങനെ ട്രൈ ആക്കാറാട്ടോ ചെയ്യുക. അങ്ങനെ ഇന്ന് നമ്മൾ ആദ്യം വിചാരിച്ച പ്ലാൻ എന്ന് വെച്ചിട്ട് നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അവിടെ അടുത്തുള്ള പാർക്കിൽ ഏവൂർ പാർക്ക് എന്ന് പറയും അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകാനായിരുന്നു ആദ്യത്തെ പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ അതിനെ പെട്ടെന്ന് ഒക്കാശിയാക്കിയത്. ഷാന പറഞ്ഞ് കുറേ വെയിലല്ലേ, അപ്പം നമുക്ക് പുറത്തൊന്നും പോകണ്ട, ടാൻ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഓളെ സൗന്ദര്യത്തിന് അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒക്കാശിയിലോട്ടാട്ടോ വന്നത്. അപ്പോൾ ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ ഒരു 11:30 ടൈം ആയപ്പോഴത്തേനും ഒക്കാശിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ടെൻഡർ ചിക്കനും അതുപോലെ അവകാഡോ ഷേക്കും ആയിരുന്നു കേട്ടോ. ഈ ടെൻഡർ ചിക്കൻ നമ്മൾ മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൽ മെനുവിൽ നോക്കിയപ്പോൾ ഫുള്ള് നമ്മൾ കഴിച്ചത് തന്നെ ആയിരുന്നു. അപ്പോൾ മധുര ഐറ്റംസ് വേണ്ട, എന്തെങ്കിലും സ്പൈസി ആവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാക്കിയത്. അപ്പോൾ ഷാന പൊരിഞ്ഞ തള്ളിലാണ് കേട്ടോ ഗൈസ്. അങ്ങനെ സംഭവം എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജ്യൂസ് എത്താൻ കുറച്ച് വൈകിട്ടാണ്. അപ്പോഴേക്കും നമ്മളിവിടെ ടേസ്റ്റൊക്കെ നോക്കി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഫുഡ് ഐറ്റംസ് ഓർഡർ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമ്മളെ വയറ്റിൽ ബാക്കി സ്ഥലമുണ്ടെങ്കിൽ ഗൈസ് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓർഡർ ആക്കാനുള്ളൊക്കെ ഒരു പ്ലാൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോണൊന്ന് റെഡിയാക്കി വെച്ചത് നേരെ അപ്പുറത്ത് നേരെ ഗ്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ ലൈറ്റ് അടിച്ചിട്ടാണ് ഫുള്ളൊരു മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളത് കണ്ടിട്ട് ഞങ്ങൾ പൊരിഞ്ഞ തള്ളും തള്ളി പൊരിഞ്ഞ ഫുഡ് അടിയാണ്. പിന്നെ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാട്ടോ ഗൈസ് കണ്ടത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കും നീ ഷാനാരാന്ന്. ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഷാനിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഷാനും ഞാനും ഒരുപാട് കാലമായ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോൾ അടുത്തുള്ളതൊന്നുമല്ല. അപ്പോൾ പഴക്കമുണ്ട് കേട്ടോ ഗൈസ് ഞങ്ങളതിൽ. അങ്ങനെ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. അവളെ മുമ്പത്തെ നമ്മളെല്ലാ വീഡിയോസിലുണ്ടായിരുന്നു. പിന്നെ കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയപ്പോൾ അവിടെ കാണാതായതാണ്. ഹാപ്പിയാ വന്നതാട്ടോ ഷാനിത ഫുഡ് കരുതുന്നത്. കാരണം കേട്ടങ്ങൾ പറ്റും കാരണം അവിടെ പറയുക കലങ്ങിയ കണ്ണുകൾ ഗൈസ്, അതേപോലെ കലങ്ങിയ ചുണ്ടുകൾ. അങ്ങനെ ഷാനിൻ്റെ കരച്ചിലും പിടിച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പിടിച്ചിരുത്തിയാട്ടാ. അങ്ങനെ ഞങ്ങളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.